നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ കാനഡ ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നത്. കാനഡയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പോസിറ്റീവായിട്ടുള്ള വാർത്തകളും ചില നെഗറ്റീവ് വാർത്തകളുമൊക്കെ അടുത്ത സമയത്ത് നമ്മൾ കേൾക്കാറുണ്ട്. പ്രത്യേകിച്ച് കാനഡ ഇമിഗ്രേഷന് വേണ്ടിയിട്ട് ചില പ്രൊവിൻസുകളിലേക്ക് അതിൻ്റെ എലിജിബിലിറ്റി സ്കോർ, CRS സ്കോർ ഒക്കെ കുറഞ്ഞ വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ഈ കാനഡയിലേക്ക് ഇന്ത്യ ഗവൺമെൻറ്റും കാനഡ ഗവൺമെൻറ്റും തമ്മിലുള്ള ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ചില നെഗറ്റീവ് വാർത്തകളുമൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നിജസ്ഥിതി നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നുണ്ട്. എന്ന് മാത്രവുമല്ല, കാനഡ ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതെല്ലാം, അതിന് എന്ത് എക്സ്പെൻസ് വരും, എത്രയായിരിക്കും ഡ്യൂറേഷൻ, ആരായിരിക്കും ഇതിന് എലിജിബിൾ ആവുക, എന്തൊക്കെ മേഖലകളിലായിരിക്കും അവസരങ്ങളുള്ളത്, കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് കാനഡ ഇമിഗ്രേഷൻ മേഖലയിൽ കഴിഞ്ഞ 10 കൊല്ലങ്ങളിലധികമായി പ്രവർത്തിക്കുന്ന ഒരു എക്സ്പേർട്ട് നമ്മളോടൊപ്പം ഈ വീഡിയോയിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ആ എക്സ്പേർട്ടുമായി സംവദിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. എന്ന് മാത്രവുമല്ല, ഈ വീഡിയോ കാണുന്നവരിൽ നിന്ന് ഈ കാനഡ മൈഗ്രേഷന് താല്പര്യമുള്ളവർക്ക് അവരുടെ പ്രൊഫൈല് അയച്ച് നൽകി സൗജന്യമായിട്ട് അത് അസസ് ചെയ്ത് നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടോ എന്ന് മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരവസരവും നൽകുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുമെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള കരിയർ അറിവുകൾ അല്ലെങ്കിൽ തൊഴിലവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പോൾ കാനഡ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ഒരു കാനഡ മൈഗ്രേഷൻ എക്സ്പേർട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. മിസ്സസ് സ്വപ്ന ജോസഫ് മാഡം, വെൽക്കം ടു കരിയർ പാത്വേ. മുൻപും കാനഡ മൈഗ്രേഷനുമൊക്കെയായി ബന്ധപ്പെട്ട ചില വീഡിയോകളിൽ മാഡം നമ്മുടെ ചാനലിൽ തന്നെ വന്നിരുന്നു. അന്ന് നേരിട്ടായിരുന്നില്ല, സ്കൈപ്പിലൂടെ ആയിരുന്നു. ഏതായാലും ഇന്ന് നേരിട്ട് ഇങ്ങനെ വന്നതിലുള്ള നന്ദി അറിയിക്കട്ടെ. നമുക്ക് ആദ്യം മൈഗ്രേഷൻ അതെന്താണ് എന്ന് പറഞ്ഞു തുടങ്ങാം. ഒരുപക്ഷേ ചിലർക്ക് ഈ മൈഗ്രേഷൻ അതിൻ്റെ സാധ്യതകൾ അറിയില്ലായിരിക്കാം. ഒന്ന് സൂചിപ്പിക്കാമോ, എന്താണ് മൈഗ്രേഷൻ, ഇമിഗ്രേഷൻ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കുന്നത്? മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ നമുക്ക് കുടിയേറ്റം എന്ന് പറയാം. കുടിയേറ്റം എന്ന് പറയുമ്പോൾ ഒരു രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്ത് ചെന്ന് ജീവിതം കരുപിടിപ്പിക്കുന്ന ഒരു രീതിയാണ്. അതായത് ഒന്നിൽ നിന്ന് തന്നെ ജീവിതം അവിടെ തുടങ്ങണം. ഓക്കെ, അപ്പം നമുക്കൊരു മൈഗ്രേഷൻ ഒരു സ്റ്റാറ്റസ് കിട്ടിയാൽ ആ രാജ്യത്ത് പോയി ജോലി ചെയ്യുന്നതിനും താമസിക്കുന്നതിനും ഒക്കെയുള്ള പൂർണ്ണ അനുവാദം ലഭിക്കുകയാണ്. തീർച്ചയായിട്ടും അവിടെ നിന്ന് ധാരാളം ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കും. ജോലി ചെയ്യാം, കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യമായിട്ട് ഗവൺമെന്റ് സ്കൂളിലാണെങ്കിൽ ലഭിക്കും, ഇൻഷുറൻസ്, അങ്ങനെ ധാരാളം അവസരങ്ങൾ അവിടെ ലഭിക്കും. അതോടൊപ്പം ബിസിനസ് ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ അതുവരെ നമുക്ക് ചെയ്യാനായിട്ട് അനുവാദമുണ്ട്. അപ്പോഴും ഈ കാനഡ മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഈ കാനഡയുമായി ബന്ധപ്പെട്ട് അടുത്ത സമയത്ത് അത്ര ശുഭകരമായ വാർത്തകളല്ല കേൾക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ ഗവൺമെൻറ്റും കാനഡ ഗവൺമെൻറ്റും തമ്മിലുള്ള ചില ഇഷ്യൂസ്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം അപ്പോഴും ഈ മേഖലയിൽ അവസരങ്ങളുണ്ടോ, അതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കാമോ? തീർച്ചയായിട്ടും ഒരു പൊളിറ്റിക്കൽ രീതിയിൽ മൈഗ്രേഷനെയോ നമുക്ക് അല്ലെങ്കിൽ ഈവൻ സ്റ്റഡിയെ പോലും കാനഡയിൽ കാണേണ്ട ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ചും ഈ ഒരു സംഭവങ്ങൾക്കൊക്കെ ശേഷവും നല്ല രീതിയിലുള്ള റിസൾട്ട് തന്നെയാണ് ഈ മേഖലയിൽ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിലുള്ള റിസൾട്ട് എന്ന് പറയുമ്പോൾ മൈഗ്രേഷൻ ഇംപ്രൂവ് ചെയ്യുന്നുണ്ടോ? നമ്പേഴ്സിൽ എന്താണ്, അതൊന്ന് സൂചിപ്പിക്കാം. നമ്പേഴ്സിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ നിയമങ്ങളിലും കുറച്ചുകൂടെ ഒരു ലാളിത്യം ഇപ്പോൾ കുറേയും കൂടെ അങ്ങോട്ടേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് അത് എങ്ങനെയായിരിക്കും കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ടുള്ള, അതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കാമോ? എവിടെയൊക്കെയാണ് അവസരങ്ങളുള്ളത്, ആ കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാമോ? കാനഡയിൽ നമ്മളിപ്പോൾ ഇന്ത്യയിൽ പല സ്റ്റേറ്റ് എന്ന് പറയുന്നത് പോലെ കാനഡയിലെ പല പ്രോവിൻസുകളാണ്. അപ്പോൾ ഈ പല പ്രോവിൻസുകളിലാണ് ഓരോ അവസരങ്ങൾ അവിടെ ഉള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് അറ്റ്ലാന്റിക് കാനഡ എന്ന് പറയുന്ന 4 പ്രോവിൻസുകളുണ്ട്. നൊവാസ്കോഷ്യ, പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ്, ന്യൂ ബ്രൺസ്വിക്, ന്യൂ ഫൗണ്ട്ലാൻഡ് ആൻഡ് ലാബ്രഡോർ എന്നിങ്ങനെ 4 പ്രോവിൻസുകളിലാണ് ഈ ഒരു അവസരം ഉള്ളത്, അറ്റ്ലാന്റിക് പ്രോവിൻസസ്. അവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് IELTS അല്പം കുറഞ്ഞ സ്കോറിലാണെങ്കിലും അവസരങ്ങൾ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഒണ്ടാരിയോ എന്ന് പറയുന്ന പ്രോവിൻസിൽ ഹ്യൂമൻ ക്യാപിറ്റൽ പ്രയോറിറ്റി സ്ട്രീം എന്ന് പറയുന്ന ഒരു രീതിയിൽ ധാരാളം ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരെയും IT മേഖലയിലുള്ളവർക്കുമെല്ലാം അവസരങ്ങൾ
ഉണ്ട്. ഓ റൈറ്റ്. അവസരങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ മുൻപുള്ള എന്താ പറയുക, അവരുടെ സ്ട്രിക്ട്നെസ് കുറഞ്ഞോ എന്താണ്, അതോ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കൂടിയിട്ടുണ്ടോ? ഒണ്ടാരിയോയിലൊക്കെ നമുക്ക് സെലക്ഷൻ നടക്കുന്നത് ഒരു റാങ്കിന്റെ ബേസിസിലും കൂടാണ്. എലിജിബിലിറ്റി മാത്രം പോരാ, ഒരു CRS കോംപ്രിഹെൻസീവ് റാങ്കിംഗ് സിസ്റ്റം. അത് നമ്മുടെ പ്രായം, വിദ്യാഭ്യാസം, എക്സ്പീരിയൻസ്, ഭാഷ, അങ്ങനെയുള്ള പല കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ റാങ്ക് നിശ്ചയിക്കുന്നത്. ഈ റാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് ഒണ്ടാരിയോയിൽ സെലക്ഷൻ നടക്കുന്നത്. ഈ റാങ്ക് വളരെ ഉയർന്ന നിലയിലായിരുന്നു മുൻപ്, പക്ഷെ ഇപ്പോൾ ഈ റാങ്ക് കുറഞ്ഞു വരുന്നുണ്ട്. ഉദാഹരണത്തിന് കഴിഞ്ഞ ഫെബ്രുവരി 6-ാം തീയതി, അതായത് 2024 ഫെബ്രുവരി, അതെ 2024 ഫെബ്രുവരി 6-ാം തീയതി ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് 379-നും 430-നും ഇടയിലുള്ള സ്കോറിലുള്ളവരെ ഒരു 2086 പേർക്കാണ് ഒണ്ടാരിയോ സെലക്ഷൻ കൊടുത്തത്. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ്. തീർച്ചയായിട്ടും നഴ്സസ്, ഡെന്റിസ്റ്റ്, ഡോക്ടേഴ്സ്, ഫാർമസിസ്റ്റ്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് ഇത്. അപ്പൊ ഈ മാഡം ഇപ്പൊ സൂചിപ്പിച്ചത് ആരോഗ്യ മേഖലയിലെ അവസരങ്ങളാണ്, ഈ ഡെന്റിസ്റ്റ് അല്ലെ ഫാർമ അങ്ങനത്തെ ഒക്കെ ഉള്ളത്. പിന്നെ IT-യുടെ അവസരങ്ങൾ സൂചിപ്പിക്കും. അപ്പോൾ ഈ 2 മേഖലകളിൽ മാത്രമേ കാനഡയിൽ അവസരങ്ങളുള്ളൂ, അതോ മറ്റ് പല മേഖലകളിൽ നിന്നുള്ളവർക്കും ഈ മൈഗ്രേഷൻ അവസരങ്ങളുണ്ടാവും? ഇമിഗ്രേഷനെ പറ്റി പറയുമ്പോൾ കാനഡയിൽ ഒരു ജോബിന് അല്ലെങ്കിൽ ഒരു പ്രത്യേക മേഖലയ്ക്ക് ഡിമാൻഡ് വരുന്നതെന്ന് പറയുമ്പോൾ അവർക്ക് അവസരങ്ങളുണ്ട്, പക്ഷെ അവിടെ നിന്ന് ആളെ കിട്ടാനില്ല. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് ഒരു എക്സ്പ്രസ് എൻട്രി പൂളിൽ കിടക്കുന്നതോ അല്ലെങ്കിൽ ഒരു പ്രോവിൻസ് വഴിയോ ആയിരിക്കും ഒരു സെലക്ഷൻ ലഭിക്കുന്നത്. അപ്പോൾ ഇത് ഏത് മേഖലയിലാണ് വരിക എന്ന് കൃത്യമായിട്ട് നമുക്ക് പ്രവചിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ റെഡിയായി ഒരു അത്യാവശ്യം എലിജിബിലിറ്റി ബേസിക് ആയിട്ട് ഉണ്ടെങ്കിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുകയോ പ്രോവിൻസ് വഴി ഇൻട്രസ്റ്റ് നമ്മൾ അറിയിക്കുകയോ ചെയ്ത് കാത്തിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഈ കാനഡയിലെ മൈഗ്രേഷൻ പല വിധത്തിൽ ചെയ്യാൻ പറ്റുമല്ലോ. നമ്മൾ തന്നെ മുൻപ് എക്സ്പ്രസ് എൻട്രിയെ കുറിച്ചൊക്കെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ പൊതുവേ എങ്ങനെയൊക്കെ കാനഡയിലെ മൈഗ്രേഷൻ നമുക്കൊന്ന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, അതിൻ്റെ രീതികൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും നമുക്ക് 67 എലിജിബിലിറ്റി പോയിന്റ് നേടി എക്സ്പ്രസ് എൻട്രിയിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു രീതിയാണ്. അതിൽ നിന്ന് സെലക്ഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ 67 പോയിന്റ് എന്ന് പറയുന്നത് പ്രായം, വിദ്യാഭ്യാസം, എക്സ്പീരിയൻസ്, ലാംഗ്വേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് ക്ലിയർ ആയിട്ട് പറയാമോ? എന്തിൻ്റെയൊക്കെ ബേസിസിലാണ്? പ്രായം എന്ന് പറയുമ്പോൾ 35 വയസ്സ് വരെയാണ് മാക്സിമം പോയിന്റ്സ്. ഒരു 12 പോയിന്റ് ആണ് അതിൽ നിന്ന് ലഭിക്കുക. അതേസമയം 35-ന് ശേഷം ഓരോ വർഷവും അതിന്റെ പ്രായത്തിനുള്ള പോയിന്റ് കുറഞ്ഞ് വരും. എഡ്യൂക്കേഷൻ ഒരു ഫാക്ടറാണ്. അത് എങ്ങനെയായിരിക്കും? എഡ്യൂക്കേഷൻ ഡിപ്ലോമ മുതൽ നമുക്ക് പോയിന്റ്സ് ലഭിക്കും. എങ്കിലും നമുക്കൊരു ഡിഗ്രി ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 21 പോയിന്റ് അതില് ലഭിക്കും. അതേസമയം മാസ്റ്റർ ഡിഗ്രി ആണെങ്കിൽ 23 പോയിന്റ് ലഭിക്കും. ഇനി ചില ഡിഗ്രികളുണ്ട്, അതിന് മാസ്റ്റർ ഡിഗ്രിക്ക് തത്തുല്യമായ പോയിന്റ്സ് ലഭിക്കുന്ന ചില ഡിഗ്രികൾ. അത് ഫാർമസിസ്റ്റ് ഡിഗ്രി ആണെങ്കിലും അവർക്ക് 4 വർഷത്തെ കോഴ്സ് പഠിച്ചവർക്ക് ഡോക്ടർ ഓഫ് ഫാർമസി ഈക്വലൻസി കിട്ടും. അതുപോലെ BDS കഴിഞ്ഞവർക്ക് അവർക്ക് കിട്ടും. MBBS കഴിഞ്ഞവർക്ക് അവർക്ക് ലഭിക്കും. ഒപ്റ്റോമെട്രിയിൽ ഡിഗ്രി ഉള്ളവർക്ക് ലഭിക്കും. ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു മാസ്റ്റർ ഡിഗ്രിക്ക് തത്തുല്യമായ ഒരു 23 പോയിന്റ് തന്നെ കിട്ടും, ലഭിക്കും. അപ്പം ഡിഗ്രി ഒരു ഫാക്ടറാണ്. ഏജ് അങ്ങനെ അത് സൂചിപ്പിച്ചു. വേറെ എന്തൊക്കെ ഒരു ഫാക്ടേഴ്സ് ആണ് ഈ ഒരു പോയിന്റ് കാൽക്കുലേഷന് വേണ്ടി വരിക? പിന്നീടുള്ളത് എക്സ്പീരിയൻസ് ആണ്. ഒരു മിനിമം നമുക്ക് 1 വർഷം എക്സ്പീരിയൻസ്. അത് ഈ 1 വർഷം ഏതെങ്കിലും ഒരു വർഷം ഒരേ കമ്പനിയിൽ തന്നെ തുടർച്ചയായിട്ട് 12 മാസം എക്സ്പീരിയൻസ് വേണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ കുറഞ്ഞത് 1 വർഷം എക്സ്പീരിയൻസ് ആണെങ്കിൽ 9 പോയിന്റ് ആണ് നമുക്ക് ലഭിക്കുന്നത്. 2 വർഷമാണെങ്കിൽ 11 പോയിന്റ്. 2 വർഷം കഴിഞ്ഞാൽ പിന്നെ 4 വർഷത്തിനാണ് വ്യത്യാസം വരുന്നത്. അവിടെ നമുക്ക് 13 പോയിന്റ് ലഭിക്കും. പിന്നീട് അങ്ങോട്ട് ഒരു 6 വർഷത്തിന് മേളിലാണെങ്കിൽ 15 പോയിന്റ് ആണ് ലഭിക്കുക. അപ്പോൾ ഓൾ ടുഗദർ മിനിമം 67 പോയിന്റ് എങ്കിലും കിട്ടണം. ഈ ഫാക്ടേഴ്സ് എല്ലാം കഴിഞ്ഞിട്ട് മിച്ചം എത്ര പോയിന്റ് ആണോ 67-ൽ നിന്ന് വേണ്ടത് അത് നമ്മൾ IELTS വഴി നേടിയെടുക്കണം. ഇപ്പൊ പിന്നെ PT കോർ എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ എക്സാംസ് ഒക്കെ വന്നിട്ടുണ്ട്. അതുപോലെ സെൽപിപ്പ് ഉണ്ട്. IELTS തന്നെ എഴുതണം എന്ന് നിർബന്ധം ഇല്ല. അപ്പൊ ഇത് എക്സ്പ്രസ് എൻട്രി സ്കീമിലുള്ള ഒരു മെത്തേഡാണ്. അതെ. വേറെ ഈ പ്രൊവിൻസ് വഴിയുള്ള അവസരങ്ങളുണ്ടല്ലോ, അതും കൂടി ഒന്ന് സൂചിപ്പിക്കാം. പ്രോവിൻസുകൾ വഴിയാകുമ്പോൾ 2 രീതിയിലുണ്ട്. ഒന്ന് എക്സ്പ്രസ് എൻട്രി ലിങ്ക് ചെയ്തിട്ട്, അതല്ലെങ്കിൽ നമുക്ക് നേരിട്ട്
നേരിട്ട് പ്രോവിൻസുകളിൽ നിന്ന് സെലക്ഷൻ കിട്ടുന്ന നോമിനേഷൻ വഴി ലഭിക്കുന്ന രീതിയുണ്ട്. അപ്പോൾ ഒരു എക്സ്പ്രസ് എൻട്രിയിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്താലുള്ള ഗുണം എന്ന് പറയുന്നത് ഒരു പ്രോവിൻസ് വഴി നേരിട്ടുള്ളതും എക്സ്പ്രസ് എൻട്രി ലിങ്ക് ചെയ്തിട്ടുള്ളതും നമുക്ക് കിട്ടാനുള്ള സാധ്യത കൂടും. ഓ റൈറ്റ്, ഓക്കെ. ഇപ്പം ഇത് കേൾക്കുന്ന ഒരാൾക്ക് ഇതിനകത്ത് ഒരു താല്പര്യമുണ്ട്, പക്ഷേ ആൾക്കറിയില്ല ആൾ എലിജിബിൾ ആണോ എന്നുള്ള കാര്യം. അപ്പോൾ അതെങ്ങനെ ഇത് എലിജിബിലിറ്റി ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമോ? അതിനൊക്കെ എന്തൊക്കെ സഹായങ്ങളായിരിക്കും മാഡത്തിൻ്റെ ഭാഗത്ത് നിന്ന്? അങ്ങനെ എന്തെങ്കിലും സഹായങ്ങൾ ലഭ്യമാകും? അതൊന്ന് വാട്സാപ്പ് വഴി കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ മാഡത്തിന്റെ നമ്പർ നമുക്ക് ഷെയർ ചെയ്യാം. തീർച്ചയായിട്ടും വാട്സാപ്പ് നമ്പർ ഷെയർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ മാഡത്തിന്റെ നമ്പർ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. താല്പര്യമുള്ളവർക്ക് മാഡത്തിനെ കോൺടാക്ട് ചെയ്ത് അവരുടെ പ്രൊഫൈൽ ഷെയർ ചെയ്യുക. അതെ അതെ അതെ. അപ്പം നമ്മൾ അവരെ എലിജിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്ത് തീർച്ചയായിട്ടും വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. ശരി. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് എന്തായിരിക്കും? ഒരാൾ നമുക്ക് അവരുടെ ഒരു പ്രൊഫൈൽ ഇട്ട് തന്നു, അവർ എലിജിബിൾ ആണ്, അല്ലെങ്കിൽ ഒരു IELTS ഒക്കെ എടുത്ത് എലിജിബിൾ ആകാൻ സാധിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വാട്ട് നെക്സ്റ്റ്? അവരെന്തായിരിക്കും അതിൻ്റെ ഒരു പ്രോസസ്സ് ഒന്ന് സൂചിപ്പിക്കാമോ? ഏറ്റവും ആദ്യം എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ക്രെഡൻഷ്യൽ അസസ്മെന്റ്, ECA എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇവിടെ പഠിച്ച ഡോക്യുമെന്റ്സ് കാനഡയ്ക്ക് അയച്ചു കൊടുത്ത് അവിടെ നിന്ന് ഒരു കനേഡിയൻ ഈക്വലൻസി നമുക്ക് ലഭിക്കുകയാണ്. അപ്പൊ ഒരു ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രിക്ക് തുല്യമായത് കിട്ടും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ചില ഡിഗ്രികൾക്ക് മാസ്റ്റർ ഡിഗ്രിക്ക് തുല്യമായ ഒരു ഇക്വലൻസി കിട്ടും. ഈ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് ഈ 21 പോയിന്റ് ആണോ 23 പോയിന്റ് ആണോ എടുക്കാൻ പറ്റുക എന്ന് തീരുമാനിക്കുന്നത്. ഈ ഒരു സ്റ്റേജിൽ IELTS നിർബന്ധമല്ല. പക്ഷെ ആ ഒരു പ്രോസസ്സിങ്ങിന് ഏകദേശം ഒരു 2 മാസമെങ്കിലും മിനിമം സമയം എടുക്കും. ആ ഒരു സമയത്ത് IELTS വേണ്ട ഒരു പ്രിപ്പറേഷൻസ് ചെയ്യുക. അതിനുള്ള സപ്പോർട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട്. IELTS നമ്മുടെ അടുത്ത് വരുന്നവർക്ക് ഏകദേശം ഒരു മാസമെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ അവരെ പഠിപ്പിക്കാനായിട്ട് സാധിക്കും. അതെ അതെ, ട്രെയിനറാണ്. അതെ. അപ്പോൾ IELTS സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയായിരിക്കും ബാക്കി പ്രോസസ്സുകൾ കൂടി ഒന്ന് സൂചിപ്പിക്കാമോ? അതിനുശേഷം IELTSന് റിക്വയർഡ് സ്കോർ എടുത്തതിന് ശേഷം നമ്മൾ എക്സ്പ്രസ് എൻട്രിയിൽ പറ്റുന്നതാണെങ്കിൽ അതിലേക്ക് നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യലി അവരുടെ ഒരു അസസ്മെന്റ് ചെയ്യുന്നതിനൊക്കെ അതൊക്കെ ഒരു ഫ്രീ ഒരു സർവീസ് ആണ്. തീർച്ചയായിട്ടും. പിന്നെ ഇതിന്റെ പേയ്മെന്റ് ഒക്കെ എങ്ങനെയായിരിക്കും? എത്ര എക്സ്പെൻസ് വരും? അതെങ്ങനെയായിരിക്കും? എപ്പോഴായിരിക്കും പേയ്മെന്റ് ചെയ്യുക? അതും കൂടി ഒന്ന് സൂചിപ്പിക്കാം. നമ്മളൊരു ഇൻസ്റ്റാൾമെന്റ് രീതിയിലാണ് പേയ്മെന്റ് എടുക്കുന്നത്. ഏകദേശം ഒരു നോമിനൽ എമൗണ്ട് ആണ് ഇനീഷ്യലി എടുക്കുന്നത്. അതിനുശേഷം സർവീസ് എല്ലാം കൊടുക്കുകയാണ്, ഇൻക്ലൂഡിംഗ് നമ്മുടെ പ്രൊവിൻഷ്യൽ നോമിനേഷൻ സർവീസ്. എല്ലാ സർവീസും കൊടുത്തിട്ട് റിസൾട്ട് എന്ന് പറയുന്നത് കാനഡയിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ ഒരു സിലക്ഷൻ, അതാണ് ഒരു പോസിറ്റീവ് റിസൾട്ട് എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആ ഒരു റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ അടുത്ത ഒരു പേയ്മെന്റിനെ പറ്റി നമ്മൾ വരുന്നുള്ളൂ. അതിനു മുമ്പ് ഒരു നോമിനൽ എമൗണ്ട് മാത്രമേ അത്രേ ഉള്ളൂ. അത് അപ്പം ആദ്യം അവർ എലിജിബിൾ ആണെങ്കിൽ അല്ലെ, അവർ ആദ്യം ഒരു ഫ്രീ അസസ്മെന്റ് നടത്തി കഴിഞ്ഞാൽ അവർ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ ബാക്കി നമ്മുടെ പ്രോസസ്സ് ആരംഭിക്കുന്നു. അപ്പോൾ ഒരു നോമിനൽ എമൗണ്ട് മാത്രം നൽകുന്നു. അത് കഴിഞ്ഞിട്ട് കാനഡയിൽ നിന്ന് അവർക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു സെലക്ഷൻ റെസ്പോൺസ് കിട്ടുവാണെങ്കിൽ മാത്രം അവർ ബാക്കി പേയ്മെന്റ് ചെയ്ത് ബാക്കി പ്രോസസ്സിലേക്ക് കടന്നാൽ മതിയാവും അല്ലേ? ഓക്കെ. പിന്നീട് എന്തായിരിക്കും പ്രോസസ്സ്? ഇതിനൊക്കെ എന്തുമാത്രം ഡ്യൂറേഷൻ ഒക്കെ എടുക്കും? ഡ്യൂറേഷന്റെ കാര്യമാണ്. നമുക്ക് കൃത്യമായിട്ടൊരു ഡ്യൂറേഷൻ ഇതിൽ ഇമിഗ്രേഷന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും പറയാനായിട്ട് സാധിക്കില്ല. നമുക്കൊരു 2 മാസം കൊണ്ട് കിട്ടിയ ആളുകളും ഉണ്ട്. ടോട്ടൽ 2 മാസം, അതായത് വെറും പ്രൊഫൈല് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു, നമ്മൾ അപ്പോൾ ഒരു പിറ്റേ ആഴ്ച തന്നെ സെലക്ഷൻ കിട്ടിയ ചില കേസസ് ഉണ്ട്. അതുപോലെ തന്നെ 6 മാസം കൊണ്ട് കിട്ടിയവരുണ്ട്, 2 വർഷം കൊണ്ട് കിട്ടിയവരുണ്ട്, 4 വർഷം കൊണ്ട് കിട്ടിയവരുണ്ട്. അപ്പൊ നമ്മളോട് സഹകരിക്കുന്ന പോലെയാണ് അതിന്റെ ഒരു റിസൾട്ട്. അപ്പം ഇതിനൊരു ടോട്ടൽ എക്സ്പെൻസ് ഏകദേശം എത്ര വരുമായിരിക്കും ഒന്ന് സൂചിപ്പിക്കാം? അതൊരു ഇൻഡിവിജ്വൽ ആയിട്ട് പോകുമ്പോൾ, ഒരു ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ എങ്ങനെയായിരിക്കും അതിന്റെ എക്സ്പെൻസ് ഒന്ന് സൂചിപ്പിക്കാം? നമുക്കൊരു ഇൻഡിവിജ്വൽ ആയിട്ട് പോകുമ്പോൾ ഏകദേശം ഒരു 2-2.5 ലക്ഷം രൂപയൊക്കെ നമുക്ക് ചെലവ് വരുന്നുള്ളൂ. പിന്നെ ഫാമിലി ആകുമ്പോൾ ഞങ്ങൾ ഡബിൾ ചാർജ് ഒന്നും എടുക്കുന്നില്ല. ഒരു നോമിനൽ എമൗണ്ട് അഡീഷണൽ വരും എന്നേ ഉള്ളൂ. പിന്നെ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഫണ്ടാണ്. സെറ്റിൽമെന്റ്, അതായത് ഈ എക്സ്പെൻസ് കൂടാതെ നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കേണ്ട ഒരു ഫണ്ട്. അതെ അതെ അതെ. ബാങ്കിൽ നമ്മളൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളതൊരു അത് കാണിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. നമ്മൾ കാനഡയിൽ പോകുമ്പോൾ നമുക്ക് ഈ ഫണ്ട് യൂസ് ചെയ്യണം. അതായത് സെറ്റിൽമെന്റ് ഫണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ അവിടെ ചെന്ന് ജീവിതം കരുപിടിപ്പിക്കാനായിട്ട് നമുക്ക് വീടിന് വാടക കൊടുക്കാനും ജീവിക്കാനും ഒക്കെയുള്ള ഒരു ചെലവായിട്ടാണ് ഗവൺമെന്റ് കാനഡ ഗവൺമെന്റ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫണ്ട് നമുക്കൊരു ആവശ്യമായിട്ട് തന്നെ വരും. അത് പക്ഷേ ഇനീഷ്യലി വേണ്ടായിരിക്കും അല്ലേ? ഇനീഷ്യലി വേണ്ട, നമ്മളെ വിസയ്ക്ക് കൊടുക്കുമ്പോഴത്തേക്കിനും ഒക്കെ ഏകദേശം എലിജിബിൾ ആവുമ്പോൾ അത് മതിയാവും. അപ്പം നമ്മുടെ എക്സ്പെൻസ് കൂടാതെ അങ്ങനെ ഒരു ഫണ്ടും കൂടി നമ്മൾ ആ സമയത്തേക്ക് ആവശ്യമുണ്ട്. ഓക്കെ. അടുത്തായിട്ട് എനിക്ക് അറിയേണ്ടത്,
ഇപ്പോൾ ഒരാൾക്ക് ഒരു കാനഡയിലേക്ക് ഒരു മൈഗ്രേഷൻ വിസ കിട്ടി അയാൾ കാനഡയിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നീട് എങ്ങനെയായിരിക്കും അവിടെ ചെന്ന് ജോലി കണ്ടെത്തുക അല്ലെങ്കിൽ അവിടെ സെറ്റിലാവുക, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഒന്ന് സൂചിപ്പിക്കാമോ? തീർച്ചയായിട്ടും ഞാൻ പ്രതിനിധീകരിക്കുന്ന ഒരു കമ്പനി കാനഡ ബേസ്ഡ് ആണ്. കാനഡയിലാണ് ഹെഡ് ഓഫീസ്. അപ്പോൾ അവിടെ നിന്നുള്ള സർവീസ് കൊടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം എന്ന് പറയുന്നത് നമ്മള് റെസിഡൻസിനുള്ള കാര്യങ്ങള് ചെയ്യുക, ചില പേപ്പർ വർക്കുകളുണ്ട്, അതിനുശേഷം ജോലി അന്വേഷിക്കുക എന്നുള്ളത് തന്നെയാണ്. ചില കേസസിൽ നമുക്ക് ഒരു ജോബ് ഫെയർ അറ്റൻഡ് ചെയ്തു, അങ്ങനെ ഒരു ജോബോട് കൂടിയൊക്കെയാണ് പോകുന്നതെങ്കിൽ അത് വേറെ രീതിയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ജോലിയോട് തന്നെ അവിടെ തുടരാൻ പറ്റും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടെത്തണം. അതിനൊരു മിനിമം പീരീഡ് ഒന്നുമില്ല. അതിലെന്ന് പറയുന്നത് നമുക്കൊരു ചെറിയ ജോലികളും ഉണ്ട്. നമ്മുടെ പ്രൊഫഷണൽ തന്നെ ജോലി കിട്ടണം എന്ന് നിർബന്ധം പിടിക്കുന്നവരും ഉണ്ട്. അപ്പൊ ഒരു സർവൈവൽ ജോബ് ആണെങ്കിൽ നമുക്കൊരു ജസ്റ്റ് ഒരു കടയിലോ അല്ലെങ്കിൽ ഒരു പെട്രോൾ പമ്പിലോ അങ്ങനെയൊക്കെ ഒരു ചെറിയ ജോലി ആണെങ്കിലും വരുമാനം കിട്ടും. പക്ഷെ അത് ചെയ്യാനുള്ള ഒരു മനോഭാവം നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെ ചെറിയ ജോലി കിട്ടുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. ഒരു മാസം കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ തന്നെ ലഭിക്കാവുന്ന ഒരു ജോലി. ആ ജോലിയിൽ നിന്നുകൊണ്ട് നമ്മുടേതായ മേഖലകളിലെ കണ്ടെത്താനായിട്ട് ശ്രമിക്കണം. അതോടൊപ്പം തന്നെ എനിക്ക് വേറൊരു അഭിപ്രായം ഉള്ളതെന്ന് വെച്ചാൽ ഇവര് അവിടെ ചെന്നിട്ട്, കാരണം നമ്മുടെ സ്കില്ലുമായിട്ടാണ് കാനഡയിലോട്ട് പോകുന്നത്. അപ്പൊ അവിടുത്തെ ഒരു സ്കിൽ ലെവലിലേക്ക് ഇവർ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്യുക, ഒന്ന് ട്രെയിനിങ് എടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ നല്ല ജോലി. ഞങ്ങൾ ഒരു 13 വർഷമായി ഈ ഫീൽഡിലായിട്ട്. അപ്പൊ ഈ ഒരു സമയം കൊണ്ട് ആ രീതിയിലൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾ വളരെ ഉയർന്ന നിലയിൽ തന്നെ ജീവിതം അവിടെ നയിക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടാണ് ഞാൻ ഇതിന് അപ്ലൈ ചെയ്തത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു മൈഗ്രേഷൻ വിസ കിട്ടുകയും ചെയ്തു. ഇനി എൻ്റെ ഫാമിലിയെ എനിക്ക് അവിടേക്ക് കൊണ്ടുപോകാനായിട്ട് അതെന്തായിരിക്കും ഇനിയുള്ള പ്രോസസ്സ് എന്തായിരിക്കും? അത് ഇൻഡിവിജ്വൽ ആയിട്ട് അറ്റൻഡ് ചെയ്താണെങ്കിൽ നമുക്കത് സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു റൈറ്റ് ഉണ്ട്. ഒരു മാരീഡ് ആയിട്ടുള്ള ആൾക്ക് വൈഫിനെയും കുട്ടികളെയും ഒക്കെ സ്പോൺസർ ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. ആ രീതിയിൽ സ്പൗസിനും കുട്ടികൾക്കും കാനഡയിൽ എത്തി PR ലഭിക്കും. ഒരു സാധ്യത ഉണ്ട്. അപ്പം ഈ വീഡിയോ കേൾക്കുന്ന ഒരാൾക്ക് ഈ കാനഡ മൈഗ്രേഷൻ ഒരു താല്പര്യങ്ങളുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ചോദിക്കുന്നു. മാഡത്തിൻ്റെ നമ്പർ നമുക്ക് വീഡിയോയിൽ നൽകാം. അവർക്ക് മാഡവുമായിട്ട് വാട്സാപ്പ് ചെയ്യാം. അവരുടെ പ്രൊഫൈൽ വാട്സാപ്പ് ചെയ്തിട്ട് അത് നമ്മുടെ ഭാഗത്തു നിന്ന് സൗജന്യമായിട്ട് തന്നെ അസസ് ചെയ്തിട്ട് അവർക്ക് ചാൻസ് ഉള്ളതാണെങ്കിൽ നമ്മൾ അവരെ ഇൻഫോം ചെയ്യും. കൃത്യമായ ഇൻഫർമേഷൻ നൽകും. ചാൻസ് ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ തുറന്നു പറയും. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഒരു സാധ്യതകൾ ഉണ്ടെങ്കിൽ പിന്നെ അവർക്കൊരു നോമിനൽ എമൗണ്ട് പേ ചെയ്തുകൊണ്ട് തന്നെ ബാക്കി പ്രോസസ്സുകൾ ആരംഭിക്കാം. കാനഡയിൽ നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സെലക്ഷൻ, ഒരു റെസ്പോൺസ് കിട്ടുവാണെങ്കിൽ ബാക്കി പേയ്മെൻറ്റുകൾ നൽകിക്കൊണ്ട് തന്നെ ഇവർക്ക് ഇതിൻ്റെ ഈ ബാക്കി പ്രോസസ്സുകളിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ കാനഡ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് മാഡത്തിൽ നിന്ന് കിട്ടിയത്. അതിന് കരിയർ പാത്വേയുടെ പ്രത്യേക നന്ദി അറിയിക്കട്ടെ. താങ്ക് യു. അപ്പോൾ കാനഡ ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കിയത്. നിങ്ങൾക്ക് കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈല് ഒന്ന് സൗജന്യമായിട്ട് അസസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ തന്നെ നമ്മൾ സംബന്ധിച്ചിട്ടുള്ള സ്വപ്ന മാഡവുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. മാഡത്തിൻ്റെ വാട്സാപ്പ് നമ്പറൊക്കെ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനും ഒക്കെ നൽകുന്നുണ്ട്. അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഒരു ലിങ്ക് നൽകിയേക്കാം. ആ ലിങ്കിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ ഈ മാഡത്തിൻ്റെ ടീമിൽ നിന്ന് ഈ ഒരു അവസരത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് മറക്കല്ല്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.